ഞാൻ ചെയ്തെടുത്ത ഒരു ഹാൻഡ് എംബ്രോയ്ഡറി ഡിസൈനാണിത്. ഇത് ബെഡ്ഷീറ്റിൽ അതിൻ്റെ മുകളിലൊക്കെ പില്ലോ കവറിൻ്റെ ഒക്കെ ചെയ്യാനാണ് ഈ ഡിസൈൻ നല്ല ഭംഗിയുണ്ടാവുക കാണാനായിട്ട്. ഇത് ഓരോ സ്ക്വയറാണ് കണ്ടോ. ഇങ്ങനത്തെ ഓരോ സ്ക്വയർ ഡയമണ്ട് ഷേപ്പിലുള്ള ഓരോ സ്ക്വയറുകളാണുള്ളത്. ഇതിങ്ങനെ അടുപ്പിച്ചടുപ്പിച്ച് ചെയ്തിട്ട് ഇതിപ്പോൾ ഞാൻ 3 എണ്ണം 2 എണ്ണം ഒന്ന് വെച്ചിട്ട് ഇത് വേണമെങ്കിൽ 5 3 അങ്ങനെ എത്ര നമുക്ക് വലുപ്പത്തിന് താഴോട്ട് വേണമെങ്കിൽ 3 എണ്ണം വെച്ചിട്ട് അതേമാതിരി ചെയ്തു അപ്പോൾ ഒരു ഷേപ്പ് വരും. അങ്ങനെയുള്ളൊരു ഡിസൈനാണിത്. അപ്പോൾ ഈ ഡിസൈൻ എങ്ങനെയാണെന്ന് വെച്ചാൽ ഇത് ഒരു സ്ക്വയർ ഈ ഒരു സ്ക്വയർ ചെയ്തെടുത്താൽ മതി. ഈ ഒരു സ്ക്വയർ ചെയ്തെടുത്ത് അടുപ്പിച്ചടുപ്പിച്ച് ചെയ്ത് അതേമാതിരി ഡിസൈൻ വരും. അപ്പോൾ എങ്ങനെയാണ് ഈ ഡിസൈൻ ഒരു സ്ക്വയർ ചെയ്യാനെന്നുള്ളത് കാണിച്ചു തരാം. ഞാൻ ചെയ്തെടുത്ത ഒരു എംബ്രോയ്ഡറി ഡിസൈനാണ് തോന്നുന്നത്. ഹാൻഡ് എംബ്രോയ്ഡറി ഇത് ഡ്രസ്സിലൊക്കെ ചെയ്യുന്നതിനേക്കാളും നല്ലത് ബെഡ്ഷീറ്റിൽ പില്ലോ കവറിലൊക്കെ ചെയ്യുന്നതായിരിക്കും കാണാൻ നല്ല ഭംഗിയുണ്ടാകും. അപ്പോൾ ഇത് ഈ ഓരോ സ്ക്വയറുകൾ ഇതേമാതിരി ചെയ്തിട്ടാണ് ഈ ഡിസൈൻ ഉണ്ടാക്കുന്നത്. ആദ്യം 3 എണ്ണം ഇതിൽ പക്ഷേ 5 എണ്ണമായിട്ട് 3 എണ്ണം 2 എണ്ണം 1 എങ്ങനെ വേണമെങ്കിലും ചെയ്തിരുന്നു. അപ്പോൾ ആദ്യത്തെ ഈ സ്ക്വയർ എങ്ങനെ ചെയ്ത് ഈ ഒരു സ്ക്വയർ ഡിസൈനാണ് ഇത് കാര്യമായിട്ട് കാണുന്നത്. അപ്പോൾ ഈ സ്ക്വയർ ഡിസൈൻ എങ്ങനെയാണ് ചെയ്തതെന്ന് ചെയ്തെടുക്കാം. ഇവിടെ ഞാനൊരു സ്ക്വയർ വരച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആദ്യം ഈ മഞ്ഞ കളറിലെ നൂലെടുത്തിട്ട് 3 ലെയറിനാണ് നൂലെടുത്തത്. അപ്പോൾ ആദ്യം ഇത് ചെയ്ത് നോക്കാം. റണ്ണിങ് സ്റ്റിച്ചിലാണ് ചെയ്യുന്നത്. സ്ക്വയർ അല്ല കേട്ടോ, ഡയമണ്ട് ഷേപ്പാണ്. പിന്നെ ഇവിടുന്ന് ഇങ്ങോട്ട് ചെയ്തെടുക്കുക. പിന്നെ അടുത്തത് ഇതാ കഴിഞ്ഞ് ഇങ്ങനെ ഈ സൈഡും ചെയ്തെടുക്കുക. കാണുന്നുണ്ടാവും വിചാരിക്കും. അടുത്ത് കഴിഞ്ഞ് ഈ സൈഡും കൂടി ഇതേമാതിരി ചെയ്തെടുക്കുക. അപ്പോൾ ഒരു ഡയമണ്ട് ഷേപ്പിൽ വന്നു. ഇനി അടുത്ത വേറെ കളറ് ചുവപ്പ് കളറ് നൂലെടുത്ത് ചെയ്തു. ഇതേമാതിരി ഞാൻ 3 സൈഡും ഈ അടുത്തത് ഈ ചുവപ്പ് കളർ നൂലുകൊണ്ടാണ് ഇതേമാതിരി തന്നെ ഇതിനോട് ചേർന്നിട്ട് റണ്ണിങ് സ്റ്റിച്ച് തയ്ച്ചെടുക്കുക. ഇത് റണ്ണിങ് സ്റ്റിച്ച് തയ്ച്ചെടുക്കണം. ഇതേമാതിരി തന്നെ തയ്ച്ചെടുക്കും.
ഒന്നുമില്ല. അടുത്ത മാസം അടുത്ത ആഴ്ച ഇല്ല. കടയിൽ പോകുന്നില്ല. ഇതേമാതിരി റണ്ണിങ് സ്റ്റിച്ച് ചെയ്തെടുക്കും. അങ്ങനെ ചെയ്തെടുത്ത് റണ്ണിങ് സ്റ്റിച്ച്. ഇനി അടുത്തതാ ഈ ഇവിടെ ഈ നടുക്കലായിട്ട് ലേസി ചെയ്തെടുത്ത് ഇവിടെ കണ്ടോ ഞാൻ ചെയ്തെടുത്ത് ഇതേമാതിരി ചുവപ്പ് കളർ കൊണ്ട് ഈ ലേസി ചെയ്തെടുക്കുക. ഇനി ഇതവിടെ ചെയ്യാം. കൈ ഡബിള ചെയ്ത് ഈ 4 സൈഡ് ഇതേമാതിരി ചെയ്തെടുക്കണം. അവിടെ കുടുങ്ങിപ്പോയി. രണ്ട് സൈഡ് ചെയ്തെടുത്ത് ഇത് അവിടെയും ചെയ്തെടുക്കുക. പിന്നെ ഇതാ ഈ സൈഡ് ചെയ്തെടുക്കുക അടുക്കലായിട്ട്. അങ്ങനെ ചെയ്തെടുത്തുകൊണ്ട് ഇനി ഇതിൻ്റെ പച്ച നൂല് ചുവപ്പ് നൂല് മാറ്റിയിട്ട് ചെയ്ത് കോർത്തിന് ചുവപ്പ് അതേമാതിരി ഞാൻ ചെയ്തെടുത്തില്ലേ. ഇനി അടുത്ത് ചെയ്യുന്ന സമയത്ത് ഈ പച്ച കൊണ്ട് ചെയ്തെടുക്കുക. പച്ച നൂലുകൊണ്ടുള്ള ഈ കോർണറൊക്കെ വരുന്നുണ്ടല്ലോ അവിടെ അതേമാതിരി 3 ലെയറിൽ ചെയ്തെടുക്കുക. അതും ഈ ചെയിൻ സ്റ്റിച്ച് അല്ല ലേസി എന്ന് പറയുന്ന സ്റ്റിച്ചിലാണ് ചെയ്തെടുക്കുന്നത്. കുടുങ്ങി തോന്നുന്നു അങ്ങനെയാണില്ല നൂല് കൊടുക്കുന്നത് ഉണ്ടോ. ഈ സൈഡ് ചെയ്യുന്ന സമയത്ത് കുറച്ച് ചെറുതാക്കിയിട്ട് ചെയ്താൽ മതി. വലുതിൻ്റെ അത്ര ചെയ്യേണ്ട ആവശ്യമില്ല. കണ്ടോ ഇതേമാതിരി കുറച്ച് ചെറുതാക്കി ചെയ്തെടുക്കുക. ഇനി അടുത്ത ഈ മറ്റേ സൈഡിലും ചെയ്ത് കൊടുക്കുക.
ഉണ്ടത്. അതേമാതിരി വന്ന് ഇതേമാതിരി ഈ കോർണർ 3 സ്ഥലത്തും ചെയ്ത് കൊടുക്കണം. ഈ വർക്ക് പോലെ കഴിഞ്ഞ് ഇതേമാതിരി ഈ വർക്ക് കാണാനായിട്ട്